ഹരി ഓം. 70ാമത്തെ സ്തുതി രുക്മിണീ സന്ദേശം. ഇത് 10ാമത്തെ സ്കന്ധം 52ാമത്തെ അധ്യായം 37 മുതൽ 43 വരെ ശ്ലോകങ്ങൾ. ഭീഷ്മക രാജാവായ ഭീഷ്മകന് 5 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു. രുക്മിണി എന്നു പേരായ ആ പുത്രി കണ്ണന്റെ കഥകൾ, ഗുണഗണങ്ങൾ ഗ്രഹത്തിൽ വരുന്ന മഹാത്മാക്കളിൽ നിന്നും കേട്ട് തനിക്കനുരൂപനായ ഭർത്താവ് കണ്ണൻ തന്നെയെന്ന് ഉറച്ച് രുക്മിണിയുടെ രൂപസൗന്ദര്യം, സൗശീല്യം, ബുദ്ധിസാമർഥ്യം എന്നിവ കേട്ട് കണ്ണനും അവളെ വിവാഹം കഴിക്കുവാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ കല്യാണപ്രായമായ രുക്മിണിയെ കൃഷ്ണന് കൊടുക്കുവാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. ഇതിന് വിരുദ്ധമായി മൂത്ത ജ്യേഷ്ഠനായ രുക്മി അവളെ കൃഷ്ണദ്വേഷിയായ ശിശുപാലന് കൊടുക്കുവാൻ നിശ്ചയിച്ചു. അച്ഛനെ കൊണ്ടും സമ്മതിപ്പിച്ചു. സ്വയംവരവും ഇതറിഞ്ഞ് വിശ്വസ്തനായ ഒരു വിപ്രനെ സന്ദേശവും കൊടുത്ത് കൃഷ്ണന്റെ അടുത്തേക്ക് രുക്മിണി പറഞ്ഞയച്ചു. കണ്ണൻ വിപ്രനെ യഥോചിതം ആദരിച്ച് സത്കരിച്ചു. അതിനുശേഷം ആഗമനോദ്ദേശം എന്താണെന്ന് ചോദിച്ചു. വിപ്രൻ രുക്മിണി സന്ദേശം അവളുടെ തന്നെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇനി സ്തുതി കേൾക്കാം. രുക്മിണി ഉവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർ ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്തലാഭം തുയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ കാത്വാ മുകുന്ദമഹതി കുലശീലരൂപ വിദ്യാവയോദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതി ന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം തന്മേ ഭവാൻ ഖലു വൃതപതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീരഭാഗമശ്ശതു ചൈത്യാരാത് ഗോമായുവൻ മൃഗപതിർബലിമംബുജാക്ഷ പൂർത്തേഷ്ടദത്തനിയമവ്രതദേവ വിപ്ര ഗുർവർച്ചനാദിഭിരലം ഭഗവാൻ പരേശ ആരാധിതോ യതി ഗദാഗ്രജയേത്യപാണിം ഗൃഹാതു മേന ദമഘോഷസുതാദയോന്യേ ശോഭാവിനി ത്വമജിതോ ദുഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പൃതനാപതിഭിഃ പരീത നിർമധ്യ ചൈത്യമഗതേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം അന്തഃപുരാന്തരചരീമനിഹത്യ ബന്ധൂൻ സ്ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി മഹതി കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂർഗിരിജാമുപേയാത് യസ്യാംഘ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ഛന്ത്യുമാപതിരിവാത്മതമോപഹത്യേ യർഹ്യംബുജാക്ഷലഭേയ ഭവത്പ്രസാദം ജിഹ്യാമസോൻ പ്രക്ഷാൻ ശതജന്മ വിസ്യാദ്. ഭുവനസുന്ദര, അങ്ങയുടെ രൂപസൗന്ദര്യവും
ഗുണങ്ങളും കേട്ട് എൻ്റെ മനസ്സ് അങ്ങയിൽ പ്രവേശിച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ആത്മാവ് അങ്ങയിൽ അർപ്പിക്കുകയും അങ്ങയെ ഞാൻ ഭർത്താവായി മനസ്സാ വരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെ കൈവിടിയരുതേ. എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ശിശുപാലന് കൊടുക്കുവാൻ ശ്രമിക്കുന്നു. സിംഹത്തിനു വെച്ച ബലിയെ കുറുക്കനെന്ന പോലെ ശിശുപാലൻ എന്നെ സ്പർശിക്കാതിരിക്കട്ടെ. ഞാൻ ചെയ്ത പൂജകളും ധ്യാനങ്ങളും ദാനധർമാദികൾക്കും ഫലമുണ്ടെങ്കിൽ അങ്ങ് തന്നെ എൻ്റെ കരം ഗ്രഹിക്കണം. ഞാൻ കല്യാണ നാളിൽ ഗൗരീ ദർശനത്തിന് പോകുമ്പോൾ ഇതിനുചിതമായ സമയമാണ്. നമസ്യേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. ഹേ ദേവി, പുത്രന്മാരായ ഗണപതിയോടും സുബ്രഹ്മണ്യനോടും കൂടിയും ഭജിക്കുന്നവർക്ക് കല്യാണം ദാനം ചെയ്യാൻ ഒരുങ്ങിയുമിരിക്കുന്ന അമ്മയെ ഞാൻ ഭക്തിപൂർവം നമസ്കരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ എൻ്റെ ഭർത്താവായി ഭവിക്കണമേ. നിത്യാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ എന്നെ ഭാര്യയായി സ്വീകരിക്കാനുള്ള കാരുണ്യം അങ്ങ് ജനിപ്പിക്കാൻ തക്ക വിധം എന്നെക്കുറിച്ച് പ്രസാദിക്കണമേ. ഇത് സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ ശരീരം ത്യജിച്ച് 100 ജന്മം കൊണ്ടെങ്കിലും അങ്ങയിൽ ചേരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. ബ്രാഹ്മണൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ കൊണ്ടുവന്ന രഹസ്യ സന്ദേശം ഇതാണ്. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്താലും. ഓം നമോ ഭഗവതേ വാസുദേവായ.